കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് നിയമം. കേരളത്തിൽ ആദ്യമായി BJP വിജയിച്ച മണ്ഡലം കൂടിയാണിത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ശ്രദ്ധാകേന്ദ്രമായി തീർന്നിരിക്കുകയാണ് നിയമം. CPMന്റെ കരുത്തനായ വി ശിവൻകുട്ടി തന്നെ ഈ തെരഞ്ഞെടുപ്പിലും LDFന് വേണ്ടി ഇറങ്ങുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. BJP നേതാവും ഏഷ്യാനെറ്റ് ന്യൂസ് ഓണറുമായ രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരിക്കും ശിവൻകുട്ടിയുടെ എതിരാളി. UDFന് അധികം പ്രാധാന്യമില്ലാത്ത മണ്ഡലത്തിൽ അവർ മൂന്നാമതാണ്. 2016 ഒ രാജഗോപാലിലൂടെ BJP നേടിയ നിയമം 2021 വി ശിവൻകുട്ടിയിലൂടെ CPM തിരിച്ചുപിടിക്കുകയായിരുന്നു. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമമണ്ഡലത്തിൽ BJPക്ക് 20,000 മുകളിൽ ഭൂരിപക്ഷം ലഭിച്ചിരുന്നു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഭൂരിപക്ഷം വലിയ തോതിൽ ഇടിയുകയും ചെയ്തു. സീറ്റ് തിരിച്ചുപിടിക്കുക എന്ന ശക്തമായ ലക്ഷ്യത്തോടെ തന്നെയാണ് BJP പ്രസിഡന്റ് തന്നെ ഇത്തവണ നിയമത്തിൽ മത്സരിക്കുന്നത്. പക്ഷേ കരുത്തനായ ശിവൻകുട്ടിയോട് ജയിക്കാൻ BJPയുടെ സംഘടനാ സംവിധാനത്തിന് കഴിയുമോ എന്ന് കണ്ടറിയണം. തുടക്കത്തിൽ വളരെയധികം നെഗറ്റീവ് ഇമേജ് ഉണ്ടായിരുന്ന മന്ത്രിയായിരുന്നു ശിവൻകുട്ടി. പക്ഷേ തുടർന്നങ്ങോട്ട് കേരളത്തിലെ ജനങ്ങളുടെ കയ്യടി ശിവൻകുട്ടി വാങ്ങിക്കുന്നതാണ് കണ്ടത്. വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടി വളരെയധികം ജനപ്രിയ തീരുമാനങ്ങളാണ് സ്കൂളുകളിൽ നടപ്പിലാക്കിയത്. സൂംബ ഡാൻസ്, ജെൻഡർ ന്യൂട്രൽ യൂണിഫോം, സ്കൂളുകളിൽ ഫ്രൈഡ് റൈസ് മുതൽ ബിരിയാണി വരെ നീളുന്ന ഫുഡ് മെനു, ഇതിലെല്ലാം കേരളത്തിന്റെ അഭിനന്ദനം ശിവൻകുട്ടി നേടി. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പാഠപുസ്തകം, യൂണിഫോം, അതുപോലെ തന്നെ സ്കൂളുകളിൽ നടത്തിയ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ എല്ലാം തന്നെ കേരളം 2 കൈ നീട്ടി സ്വീകരിച്ചു. അപ്പുറം രാജീവ് ചന്ദ്രശേഖരനെ എടുത്താൽ കോർപ്പറേറ്റ് ഹൈ എഡ്യൂക്കേറ്റഡ് ഇമേജ് ഉണ്ടെങ്കിലും നടത്തുന്ന പല പ്രസ്താവനകളും അസ്ഥാനത്താണ്. അടുത്തിടെ നടന്ന ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റിനെ കുറിച്ച് നടത്തിയ പ്രസ്താവന രാജീവ് ചന്ദ്രശേഖരന് ട്രോളുകൾ വാങ്ങിക്കൊടുത്തു. BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം കിട്ടിയതിനു ശേഷം വമ്പൻ വാഗ്ദാനങ്ങൾ നടത്തിയെങ്കിലും ഒന്നും നടന്നിട്ടില്ല. വികസന ബ്ലൂ പ്രിന്റ് അവതരിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി നേരിട്ട് വരുമ്പോൾ പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നും കൊട്ടിഘോഷിച്ചിട്ട് ഒരു പ്രഖ്യാപനവും നടന്നിട്ടില്ല. മാത്രമല്ല ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം നടന്ന കാര്യങ്ങൾ BJPക്ക് ഇരുട്ടടിയായി. ഹിന്ദു പാർട്ടി എന്നറിയപ്പെടുന്ന BJP ഭരിക്കുന്ന കോർപ്പറേഷന് പൊങ്കാലയ്ക്ക് ശേഷം വേസ്റ്റ് മാനേജ്മെന്റിൽ വീഴ്ച സംഭവിച്ചു. ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന LDF ഭരണത്തിന്റെ മികവ് ജനങ്ങൾ തന്നെ എടുത്തു പറയുന്ന സ്ഥിതി വന്നു. കഴിഞ്ഞ പൊങ്കാലയ്ക്ക് മണിക്കൂറുകൾക്കുള്ളിൽ ക്ലീനായ തിരുവനന്തപുരം സിറ്റി ഈ പൊങ്കാലയ്ക്ക് ശേഷം ചിലയിടങ്ങളിൽ മാലിന്യ കൂമ്പാരമായി. ഈ വീഴ്ച തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. UDFന് കാര്യമായ റോളില്ലെങ്കിലും UDF സ്ഥാനാർത്ഥി ശക്തനായ നേതാവല്ലെങ്കിൽ അത് BJPക്ക് ഗുണം ആകുന്ന അവസ്ഥയാണ്. 2016 ദുർബലനായ സ്ഥാനാർത്ഥിയാണ് BJPയെ വിജയിപ്പിച്ചത്. UDFന് കിട്ടേണ്ട വോട്ടുകൾ BJPയിലേക്ക് എത്തുകയും BJP വിജയിക്കുകയും ചെയ്തു. UDF നേടിയത് 20,000 താഴെ വോട്ടുകൾ മാത്രമാണ്. 2021 K മുരളീധരനെ പോലെ ശക്തനായ നേതാവിനെ UDF ഇറക്കി UDFന്റെ വോട്ടുകൾ BJPയിലേക്ക് പോകാതെ പെട്ടിയിലാക്കി. LDF വിജയിക്കുകയും ചെയ്തു. പക്ഷേ നിലവിലെ അവസ്ഥയിൽ BJPക്ക് ശിവൻകുട്ടിയെ മറികടക്കുക എന്നത് പ്രയാസകരമായിരിക്കും. കാരണം ശിവൻകുട്ടിയുടെ വ്യക്തിപ്രഭാവം തന്നെ. അതിനെ കവച്ചു വയ്ക്കാൻ മാത്രം തലയെടുപ്പുള്ള നേതാവ് കേരളത്തിൽ BJPക്ക് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം.